ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ റമദാൻ 17ാമത്തെ ദിവസം കഴിഞ്ഞു. പക്ഷേ ഇത് 14ാമത്തെ ദിവസത്തെ വ്ളോഗാണ് കേട്ടോ. 2 ദിവസം ഞാൻ വ്ളോഗ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാരണമാണ്. അപ്പോൾ ഇത് ഞാൻ ഫുൾ ഡേ റുട്ടീനായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. രാവിലെ എണീറ്റിട്ട് അത്താഴം കഴിച്ചു. പിന്നെ ഒരു ഗാലക്സി ചോക്ലേറ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം ബാങ്ക് കൊടുത്തപ്പോൾ സുബഹി നിസ്കരിക്കാനായിട്ട് നിൽക്കാൻ കേട്ടോ. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ തീരെ വയ്യാത്തതുകൊണ്ട് കിടക്കുന്നതായിരുന്നു. അതുകൊണ്ട് വ്ളോഗ്സ് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പ്രോപ്പറായിട്ട്. പിന്നെ വൈകുന്നേരമാണ് അടുക്കളയിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ദോശയും ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ചമ്മന്തിക്കുള്ള തേങ്ങ ചിരകാണ്. ഒരു സ്പെഷ്യൽ ചമ്മന്തിയാണ്, അത് ഞാൻ പറയാം എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ ചമ്മന്തിക്ക് വേണ്ടിയിട്ട് തേങ്ങയും ഉണക്കമുളകും ഉപ്പും നന്നായിട്ട് അരച്ച് വരണം കേട്ടോ. അപ്പോൾ ഉമ്മ അത് അരക്കാൻ പോയി. അപ്പോൾ ഞാൻ എന്തായാലും നിസ്കരിച്ചിട്ട് ഖുർആൻ ഓതാനായിട്ടിരുന്നു കേട്ടോ. പിന്നെ ഐറൂസിനെ ഫീഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവൾക്ക് ഉറക്കം വന്നിട്ട് അവൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ നേരത്ത് അവൾ ഉറങ്ങിയാൽ പിന്നെ ഞങ്ങൾ രാത്രിക്കത്തെ കാര്യം കട്ടപ്പകാന്ന് അറിയാം. പിന്നെ ഉറങ്ങിയേയില്ല കേട്ടോ, ഭയങ്കര വാശിയായിരിക്കും. അപ്പോൾ തുണികളൊക്കെ തിരുമ്പി കൊടുന്നത് മടക്കി വെച്ചതുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ മുകളിലേക്ക് എടുത്തുകൊണ്ട് പോവാണ്. അപ്പം നമ്മളുടെ ചമ്മന്തിയുടെ തേങ്ങ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് കടുക് വറുത്തെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇടുക, പിന്നെ കുറച്ച് കറിവേപ്പില ഇടുക. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചത് അതിലേക്ക് ഇട്ടിട്ട് മിക്സ് ആക്കുക കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു ചമ്മന്തിയാണ്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ പൊതുവേ ഇങ്ങനത്തെ ചമ്മന്തിയാണ് ഉള്ളത്. വേറെ ടൈപ്പിൽ ഞങ്ങൾ അവിടെ ഇക്കാൻ്റെ വീട്ടിൽ വേറെ ടൈപ്പിലാണ് ചെയ്യുക. പക്ഷേ ഇതും അടിപൊളിയാണ് കേട്ടോ ദോശയുടെ കൂടെ കഴിക്കാൻ. അപ്പോൾ എനിക്ക് പുതിയതായിട്ടാണ് അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്നത്തെയും പോലെ കിച്ചണ് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്തിടുകയാണ്. പിന്നെ ഉമ്മ ഇന്ന് മാങ്ങാ ചമ്മന്തി അരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ചോറിന് വേണ്ടിയിട്ടാണ്. ഇത് മുളകൊക്കെ ചുട്ടരക്കുന്നതാണ്. അത് അടിപൊളിയാണ് കേട്ടോ. അതിൻ്റെ റെസിപ്പി ഒന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് സ്നാക്സായിട്ട് നമ്മൾ വീട്ടിൽ പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇമ്മ അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ക്ഷമയുടെ അങ്ങേയറ്റം നമ്മൾ കാണുക ഈ ഒരു യൂട്യൂബ് ജേർണിയിലേക്ക് വരുമ്പോഴാണ്. നമ്മൾ ക്ഷമയുടെ നെല്ലിപ്പലക കിട്ടും പോവും. അങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ അവസ്ഥ കേട്ടോ. ഞാൻ ഡെയിലി വീഡിയോസ് ഇട്ടാലും വലിയ ഗ്രോത്ത് ഒന്നും കാണുന്നില്ല. അപ്പോൾ തന്നെ ജസ്റ്റ് പ്രാന്തായിട്ട് നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണ് വീഡിയോസ് എടുക്കുന്നത്. പിന്നെ അതിന് നമ്മൾ അർഹിക്കുന്ന അത്ര പോലും വ്യൂസ് വരുന്നില്ല എന്ന് ആലോചിക്കുമ്പോൾ അതിലേറെ വിഷമമാണ് കേട്ടോ. അപ്പോൾ പരാജയം വിജയത്തിലേക്കുള്ള മുന്നോടിയെന്ന് വിചാരിച്ചിട്ട് സമാധാനിച്ചിരിക്കണം ഇപ്പോൾ. അപ്പോൾ ഇപ്പോൾ ഓരോ ദോശയായിട്ട് ചുട്ടുകൊണ്ടിരിക്കുകയാണ്. ദോശ ചുടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്താണെന്നറിയില്ല, ഒരു പ്രത്യേക ഇഷ്ടമാണ് അതിനോട്. അപ്പോൾ യൂട്യൂബ് ഇതുപോലെ നമ്മളെ വീഡിയോസ് റെക്കമെൻഡേഷനിലേക്ക് കൊടുക്കാതിരിക്കുന്നത് കാണുമ്പോൾ തന്നെ കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കുന്നത് നമ്മൾ ആ ഒരു ഫ്ലോ അങ്ങ് നഷ്ടപ്പെടും. പിന്നെ നമുക്ക് വീഡിയോസ് എടുക്കാനും സത്യം പറഞ്ഞാൽ തോന്നില്ല. നമ്മളവിടെ നിർത്താം, സ്റ്റോപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുക. അങ്ങനത്തെ ഒരു ചിന്താഗതിയിലൂടെയാണ് ഞാനിപ്പോൾ കടന്നു പോകുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ വിചാരിക്കും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു സക്സസ് ഉണ്ടായാലോ, അങ്ങനെ വിചാരിച്ചിട്ടാണ് വീണ്ടും വീഡിയോസ് എടുക്കാനുള്ള ഒരു മോട്ടിവേഷൻ വരുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ഇതേ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഏതെങ്കിലും യൂട്യൂബേഴ്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് ആയിട്ട് ഇന്ന് വാട്ടർമെലനും അതുപോലെ ഓറഞ്ചാണ് കേട്ടോ. അപ്പോൾ ഞാനത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബാങ്ക് കൊടുക്കാൻ ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം വേഗം ഓരോന്ന് കട്ട് ചെയ്തു. പിന്നെ എല്ലാ വീഡിയോസിലും ഞാൻ നിങ്ങളുടെ വീട്ടിലെ നോമ്പുതുറ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ പറയുമെങ്കിലും ആരും തന്നെ പറയലില്ല. എനിക്ക് തോന്നുന്നു എൻ്റെ അതേ സ്വഭാവക്കാരാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്നാണ്. കാരണം ഞാൻ അധികം കമൻറ്റ് ചെയ്യാത്തൊരു വ്യക്തിയാണ് കേട്ടോ. ഞാൻ എനിക്കിഷ്ടപ്പെട്ട ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്. പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യും, പക്ഷേ ഞാൻ അധികം കമൻറ്റ് ചെയ്യലില്ല. എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റ് ഇടുള്ളൂ. എനിക്ക് തോന്നുന്നു അങ്ങനെയായിരിക്കും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന്. അങ്ങനെ ഇപ്പോൾ നമ്മൾ നോമ്പ് തുറക്കാനായിട്ടിരിക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ നോമ്പും കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്തൊരു നോമ്പിൻ്റെ വിശേഷങ്ങളായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ടാറ്റാ.